ഹായ്, അങ്ങനെ ആദില മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നു. തീർച്ചയായും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആദില തന്നെയാണ് പുറത്താവുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആദില ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് പുറത്തേക്ക് പോയത്? കട്ട നെഗറ്റീവായിട്ടാണ്. ബിഗ് ബോസ് വീട്ടിൽ ആദില ആദ്യ ദിവസങ്ങളിലെല്ലാം ഒരു പൂമ്പാറ്റിയായിരുന്നു. എല്ലാവർക്കും ആദിലയെ ഇഷ്ടമായിരുന്നു. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ ആദില കട്ട നെഗറ്റീവായിട്ടാണ് പുറത്തേക്ക് പോയത്. തീർച്ചയായും അത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ആദിലയുടെ സ്വഭാവം തുറന്നു കാണിച്ചാണ് ആദിലയെ പുറത്തേക്ക് വിട്ടത്. തീർച്ചയായും ആദില വളരെ മോശമായി ബിഗ് ബോസ് ഗെയിം അവസാന ദിവസങ്ങളിൽ കളിച്ചു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പല ചതികളും അതിലുണ്ടായിരുന്നു. അതെല്ലാവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ പുറത്തായി. കട്ട നെഗറ്റീവായി പുറത്തായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് റീ എൻട്രിയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ശൈത്യ, ബിൻസി, അതുപോലെ മസ്താനി, ഇവരെല്ലാവരും കട്ട നെഗറ്റീവായിട്ട് പുറത്തായി. അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ അവരവിടെ പറയുന്നുണ്ടായിരുന്നു. ഇനി 6 പേരാണ് ബിഗ് ബോസിന്റെ കപ്പിനായുള്ള മത്സരത്തിന് ബാക്കിയുള്ളത്. ഈ 6 പേരുടെ അവസ്ഥ എന്തായിരിക്കും? തീർച്ചയായും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അക്ബർ കട്ട നെഗറ്റീവായിട്ടായിരിക്കും പുറത്തേക്ക് പോവുക. അതുപോലെ നൂറ ആദിലയുടെ അത്ര നെഗറ്റീവ് ആവില്ലെങ്കിലും നെഗറ്റീവായിട്ട് തന്നെയായിരിക്കും പുറത്തേക്ക് പോവുക. അനുമോൾക്ക് നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. ആ രീതിയിലായിരിക്കും അനുമോൾ പുറത്തേക്ക് പോവുക. അനുമോളെ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ അനുമോൾ എപ്പോഴും പോസിറ്റീവായിരിക്കും. പക്ഷേ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കുള്ളിൽ അനുമോൾ കട്ട നെഗറ്റീവായിരിക്കും. അനീഷിനും നെവിനും ഈ ആഴ്ച കാര്യമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. അതായത് ഏഷ്യനെറ്റ് എപ്പിസോഡിലും ലൈവിലും ഒന്നും കാര്യമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അവർ നെഗറ്റീവ് ആയിട്ടുമില്ല. അനീഷ് പക്ക ഫേക്ക് ഗെയിമാണ് അവിടെ കളിച്ചത് എന്ന് വ്യക്തമാണ്. ആദ്യ ദിവസങ്ങളിൽ എന്തിനും ഏതിനും പ്രശ്നമുണ്ടാക്കുന്ന അനീഷ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോന്ത കിട്ടുന്ന കൊടുത്താൽ പോലും അദ്ദേഹം പ്രശ്നമുണ്ടാക്കില്ല എന്നുള്ളതാണ്. അതായത് ക്യാരക്ടർ ഒരുപാട് മാറിയിരിക്കുന്നു. ഇത്രയും കാലം കാണിച്ചതെല്ലാം ഒരു അഭിനയമാണ് എന്നുള്ളത് തന്നെയാണ്. അനീഷിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അനീഷിന് വലിയ പ്രശ്നമുണ്ടാവില്ല. അനീഷിന് ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഇഷ്ടമാണ്. ഹേറ്റേഴ്സിന് ഇപ്പൊ അനീഷിനോട് വലിയ ദേഷ്യമൊന്നുമില്ല. കാരണം അനീഷിന് സ്ക്രീൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അനീഷിനെ പല ആൾക്കാരും മറന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ നെവിന്റെ കാര്യം, നെവിന്റെ തമാശയല്ല എവിടെ പോയി, ഇപ്പൊ കാണാനേ കിട്ടുന്നില്ല. നെവിനും വലിയ രീതിയിൽ നെഗറ്റീവ് ആവാനുള്ള സാധ്യതയില്ല. ഷാനവാസ് ഉറപ്പിച്ചു പറയാം, അദ്ദേഹം പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുക. ആദ്യ ദിവസങ്ങളിലെല്ലാം ഷാനവാസ് കട്ട പോസിറ്റീവായിരുന്നു പ്രേക്ഷക മനസ്സിൽ. പിന്നീട് PR ടീമുകൾ കൃത്യമായി ഡീഗ്രേഡിംഗ് ചെയ്തതിലൂടെ ഷാനവാസിന് നല്ല രീതിയിൽ നെഗറ്റീവ് വരികയുണ്ടായി. അദ്ദേഹം ചെയ്ത പല നല്ല കാര്യങ്ങളും പല സ്നേഹങ്ങളും അതിനെ നെഗറ്റീവായി കാണിച്ചുകൊണ്ട് PR ടീമുകൾ രംഗത്ത് വന്നു. അതിലൂടെയാണ് ഷാനവാസ് കുറച്ച് നെഗറ്റീവായത്. ഇപ്പോ പ്രേക്ഷകർക്കുള്ളിൽ ഷാനവാസ് കട്ട പോസിറ്റീവായി തുടങ്ങി. ഷാനവാസ് ചെയ്ത പ്രവൃത്തികൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഷാനവാസ് എന്താണ്, എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം. അദ്ദേഹം തെറ്റ് കണ്ടാൽ, അതായത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം മാപ്പ് ചോദിക്കും. തനിക്ക് തെറ്റുപറ്റി എന്ന് പറയുക തന്നെ ചെയ്യും. ആദില, നൂറ ഇവരുടെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റി എന്ന് ഷാനവാസ് ഓപ്പണായി തന്നെ പറഞ്ഞു. ഞാൻ ലജ്ജിക്കുന്നു, തലതാഴ്ത്തുന്നു, നാണക്കേടാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് ഓപ്പണായി തന്നെ പറഞ്ഞു. ആദില അനുമോളെ ചതിച്ച കാര്യം ഷാനവാസ് മനസ്സിലാക്കിയ സമയത്ത് ഷാനവാസ് ചെയ്തൊരു കാര്യമുണ്ട്. ഷാനവാസിന് ആദിലയെയും നൂറയെയും വളരെ വലിയ ഇഷ്ടമാണ്. അനുമോളോട് വലിയ താല്പര്യമില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ ഷാനവാസ് അനുമോളോട് മാപ്പ് പറയുകയാണ് ചെയ്തത്. അവർ ആ പറഞ്ഞതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. കാരണം ഞാനാണ് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചത്. അവരുടെ ഉള്ളിൽ ഇത്രയ്ക്കും വിഷമുണ്ടെന്ന് ഞാൻ കരുതിയില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. അവരെ പോലുള്ളവരെ വിശ്വസിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് ഷാനവാസ് ഏറ്റുപറയുന്നു. ഷാനവാസും അനുമോളും കിരീടത്തിനായി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഷാനവാസ് ഏറ്റുപറയുന്നത്. അവിടെ ഒരു ഗെയിമറായി ചിന്തിച്ചു എങ്കിൽ അങ്ങനെ പറയില്ല. പക്ഷെ ഷാനവാസ് ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്താണ് എന്ന് കൃത്യമായി ഈ ആഴ്ച നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഷാനവാസിനെ മനസ്സിലായി. ഈ ഒരു വിഷയം, അതായത് ആദില നൂറയെ ഷാനവാസ് മുൻപേ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ അദ്ദേഹം പ്രേക്ഷക മനസ്സിൽ എപ്പോഴേ പോസിറ്റീവായനെ. അവസാന ആഴ്ചയിലെ വോട്ടിംഗ് ഷാനവാസിനൊരു പ്രശ്നമേ ആവില്ലായിരുന്നു. അദ്ദേഹം തൂക്കി അടിച്ചേനെ. പക്ഷെ ഇത് അവസാന നിമിഷമായി പോയി. എന്തായാലും ഷാനവാസ് റിയൽ ആയിട്ടുള്ള മനുഷ്യനാണ്. പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ ഷാനവാസ് കയറി പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഷാനവാസിന് വലിയ ഹേറ്റ്സ് ഒന്നുമില്ല. ഇപ്പോൾ 6 പേരാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി ഇറങ്ങിപ്പോവാൻ പോകുന്ന വ്യക്തി അത് ഷാനവാസ് ആണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതിന് ബൈ.